ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ പുതിയ ബിസിനസ് പേജിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു പുതിയ ഹെയർ ആക്സസറീസിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നും. അപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി നമ്മൾ അതിലൂടെ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. വളരെ ഹാപ്പി ന്യൂസ് ആണ്. ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഒരു എക്സിബിഷൻ എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ഒരുപാട് ഐറ്റംസ്, ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് ആകുമ്പോൾ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനിയത്തെയും കൂട്ടി, അപ്പോൾ അവളും കൂടെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം രാത്രി 12 മണിയൊക്കെ ആയി കാണും കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കസിൻസിൻ്റെ മക്കളെല്ലാവരും കൂടെ വന്നപ്പോൾ ഞാനിങ്ങനെ ഇത് ആക്സസറീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്കും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവിടെ വലിയൊരു ബിസിനസ് സ്പേസ് തന്നെ ഓപ്പൺ ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെയൊക്കെ ക്രേസ് വന്നതെന്ന്. നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഞാൻ അന്ന് അവിടെ കാണുകയുണ്ടായി. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചെയ്യുകയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ എക്സിബിഷൻ്റെ തലേ ദിവസമാണ്. അപ്പം ഞാൻ സാധനങ്ങളെല്ലാം ഓരോ ബാസ്ക്കറ്റ്സിലോട്ടൊക്കെ ആക്കിയിട്ട് വെക്കുന്നതാണ്. എക്സിബിഷൻ്റെ തലേ ദിവസം രാത്രി 1 മണിക്കൊക്കെ ഉള്ള അറേഞ്ച്മെൻറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഓരോ ബാസ്ക്കറ്റിലാക്കി സെറ്റ് ചെയ്തു. അപ്പോൾ നാലാഞ്ചിറയുള്ള ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിലാണ് നമ്മുടെ എക്സിബിഷൻ അന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഒരു മ്യൂസിക് കൺസേർട്ട്, യാഹുവേ മ്യൂസിക് കൺസേർട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്റ്റോൾ ഇടാനുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നത്. അതെൻ്റെ ബ്രദർ വഴി എനിക്ക് കിട്ടിയൊരു ഓഫറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എങ്കിലും ആ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ സാഹചര്യം എനിക്ക് ബ്രദർ വഴിയാണ് കിട്ടിയത്. പിന്നെ അവിടെ ഒരു ക്രിസ്ത്യൻ മ്യൂസിക് കോൺസേർട്ടാണ് നടന്നത്. അത് കാരണം തന്നെ അവിടെ ബൈബിൾ ബുക്കിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെയാണ് നമ്മുടെ ബോസ് ആൻഡ് ബോസ് പേജിൻ്റെ ഒരു കുട്ടി സ്റ്റോൾ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സിബിഷനാണ്. എൻ്റെ കംപ്ലീറ്റ് ടെൻഷൻ എൻ്റെ മുഖത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതങ്ങ് യൂസ്ഡായി. സെയിൽ നടക്കുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹൈയും കൂട്ടിയാണ് പോയത്. അപ്പോൾ അവളുടെ അലമ്പൊക്കെ ആയത് കാരണം നമുക്ക് അവളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിന്നത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സെയിലിന് വെച്ച കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾക്ക് പിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണം. പക്ഷേ ഒരിക്കലും ഒരു ഹെയർ ആക്സസറിന്ന് ഞാൻ ചിന്തിച്ചിട്ടുന്നില്ല. എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ വരച്ച കുറേ പടങ്ങളൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ലാമിനേറ്റൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണമെന്ന് പലപ്പോഴും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എക്സിബിഷൻ എനിക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റി. സോ ഇതെൻ്റെ ഒരു ഡ്രീം മൊമെൻറ്റ് പോലെയാണ്. ആർക്കെങ്കിലും ഈ ഹെയർ ആക്സസറീസ് വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കാർഡിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് വഴി അറിയിക്കുകയോ ചെയ്യും. കൊറിയർ സർവീസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ബൈ, താങ്ക് യു.